ഓൾഡ് സിറ്റിയിലെ വളരെ പഴക്കം ചെന്ന മാർക്കറ്റ്. അതിൻ്റെ പേര് സർദാർ മാർക്കറ്റ് എന്നാണ്. സർദാർ മാർക്കറ്റ്. ബാബ ആർട്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പാണ്. ഇതൊരു വലിയ കടയാണ്. ആർട്ട് വർക്കാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഇത് മാർക്കറ്റിനകത്ത് തന്നെയാണ്. പഴയ ക്ലോത്ത്സ് അല്ലെങ്കിൽ പഴയ ഡ്രസ് മെറ്റീരിയൽസ് എടുത്തിട്ട് അതിൻ്റെ കുറേ കാര്യങ്ങൾ വെച്ചിട്ട് പാച്ച് വർക്ക് ചെയ്യും. അതായത് ഇപ്പോൾ സൽവാർ ചൂരിദാറിൻ്റെയൊക്കെ ടോപ്സ് എടുത്തിട്ട് അതിൻ്റെ നെക്ക് പീസ്, അതിൻ്റെ നല്ല ഭംഗിയുള്ള വർക്ക് ചെയ്ത ഭാഗം അതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് വേറൊരു വലിയ ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു വാൾ ഹാങ്ങിങ് അങ്ങനെയെല്ലാം ഉള്ള പാച്ച് വർക്ക് ചെയ്തിട്ട് അതിനെ തമ്മിൽ ഒട്ടിച്ച് തേച്ചൊക്കെ പുതിയൊരു കലാരൂപമാക്കി മാറ്റും. ഈ കാണുന്നതെല്ലാം അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്ന കർട്ടൻസും കാര്യങ്ങളും ഇതുപോലെയുള്ള പിന്നെ കുഷൻ കവേഴ്സ് അങ്ങനെയെല്ലാം ചെയ്യും. ഇതൊരു റീസൈക്ലിംഗ് പരിപാടി പോലെയാണ്. കണ്ടില്ലേ, ഇതൊരു സോഫ ഒരു ഇരിക്കാനുള്ള സ്റ്റൂളാണ്. ഇതിനകത്ത് മുഴുവൻ ന്യൂസ് പേപ്പറും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ട് പഴയ ക്ലോത്ത്സിൻ്റെ പാർട്സ് എടുത്തിട്ട് പഴയ നല്ല വർക്ക് ചെയ്ത രാജസ്ഥാനി ടോപ്സൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മളുടെ വീടുകളിലും നമ്മുടെ ഉണ്ടാവുമല്ലോ പഴയ ചുരിദാറിൻ്റെയൊക്കെ ടോപ്സെല്ലാം, അതിൻ്റെ എല്ലാം പീസസ് എടുത്തിട്ട് ഇങ്ങനെ പാച്ച് വർക്ക് ചെയ്തത് കവറാക്കും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ കാണാം ഇവിടെ. സോഫ കവേഴ്സ്, ഇങ്ങനെ ചുവരിൽ വയ്ക്കുന്ന അലങ്കാര വസ്തുക്കളായിട്ട്, എക്സ്പ്രസ് ആയിട്ട്, വാൾ ഹാങ്ങിങ്, സീലിങ്ങിലൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. പാകിസ്ഥാൻ്റെ ബോർഡറാണ്. ഏതാണ്ട് ഇപ്പോൾ ജോധ്പൂരിൽ നിന്ന് ഒരു 370 കിലോമീറ്റർ സഞ്ചരിച്ച പാകിസ്ഥാൻ ബോർഡർ, ജയ്സാൽമർ, അതൊക്കെ പാകിസ്ഥാൻ ബോർഡറാണ്. അപ്പോൾ ആ ഭാഗങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർ ഇടുന്ന വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെയൊക്കെ ഡിസൈനുള്ള ടോപ്സാണ്. ഇങ്ങനെയല്ല, കണ്ടില്ല, ലേഡീസിൻ്റെയൊക്കെ വേഷം ഇങ്ങനെയാണ്. ഇതുപോലെ വർക്ക് ചെയ്ത കുറേ സാധനങ്ങൾ, മിറർ വർക്ക്, കുറേ ഇതെല്ലാം ഹാൻഡ് വർക്കാണ്. ഷോ ചെയ്താൽ ഇതതിൻ്റെ പഴയത്, ഇത് കുറച്ച് പുതിയതാണ്. ഇത് പഴയ ക്ലോത്ത്, യൂസ്ഡ് ക്ലോത്ത്, ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ. ഇതെല്ലാം ഇവർ കളക്ട് ചെയ്തിട്ട് ഈ ഭാഗമൊക്കെ കട്ട് ചെയ്ത്, ഈ ഭാഗം കട്ട് ചെയ്ത്, ഇതെല്ലാം വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ടാണ് ഇവർ പുതിയ പീസസ് ക്രിയേറ്റ് ചെയ്യുക. ഇതൊക്കെ വാൾ ഹാങ്ങിങ് ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനം. ഇത് വാട്ട് ഇസ് ദിസ്? ഡോർ, വാതിലിൻ്റെ മേൽ വാതിൽ അലങ്കരിക്കാനായിട്ട് ഇടുന്നതാണ്. വാതിലിൻ്റെ അലങ്കാരം അതിപ്പോൾ ഞാൻ അതിനകത്തായി അലങ്കാര വസ്തു പോലെയായി. ഓക്കെ, ഇങ്ങനെയുള്ള ഡിസൈനിങ് ആണ്. ഇതൊക്കെ ഒരു റീയൂസിങ് ആണ്. സാധാരണ നമ്മുടെ പഴയ വസ്ത്രങ്ങളെല്ലാം ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഉപേക്ഷിക്കാതെ അതിനെ എങ്ങനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കാമെന്നുള്ളതിന് ഒരു തെളിവാണിത്. അപ്പോൾ അതിനുവേണ്ടി മാത്രം ഒരു ഷോപ്പാണ്. ഇവരതിനാണ് ഇങ്ങനത്തെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്ത വേറൊരു വർക്ക്. ഇതുപോലെയുള്ള പീസസ് മേടിച്ചിട്ട് അത് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യണം. അപ്പോൾ എൻ്റെ സംശയം അതല്ല, പല ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ പല കളേഴ്സ് ആയിരിക്കില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് ഒറ്റ കളറിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുക? അപ്പോൾ ഇവരതുപോലെ എടുത്തിട്ട് അവർ ഡൈ ചെയ്യും. ഒരേ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും ഒരു കോമൺ കളർ വെച്ച് ഡൈ ചെയ്തിട്ട് പിന്നെ അത് തുന്നി ചേർക്കും. അപ്പോൾ ഇപ്പോൾ ഈ കളർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബ്ലാക്ക് ആണ് കയ്യിലിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ബ്ലൂ ആണെന്നുണ്ടെങ്കിൽ അതിലെല്ലാം ആ റെഡ് കളറിൻ്റെ ഡൈ ചെയ്തിട്ട് എല്ലാത്തിനെയും ഒരു യൂണിഫോം കളറാക്കും. എന്നിട്ട് പാച്ചസിനെ എല്ലാം കൂടി സ്റ്റിച്ച് ചെയ്ത് ഒറ്റ പീസാക്കും. So here this is separate work done, not patched. അപ്പോൾ എല്ലാം പാച്ച്ഡ് വർക്ക്സ് ആണെന്ന് വിചാരിക്കരുത്. ഇവർ അല്ലാതെ തന്നെ കച്ചി വർക്ക്, ഇപ്പോൾ ഗുജറാത്തിൻ്റെ കച്ച് മേഖലയിലുള്ള വർക്ക് പോലെ കച്ചി വർക്ക് അതെല്ലാം ചെയ്ത് വിൽക്കുന്നത്. ഇതിനൊക്കെ നല്ല വിലയുണ്ട്. 30,000 rupees ഈ സ്പ്രെഡ് അല്ലെങ്കിൽ വാൾ ഹാങ്ങിങ്, ചുവരിൽ വയ്ക്കുന്നത് അല്ലെങ്കിൽ സീലിങ്ങിൽ വയ്ക്കുന്നത്, ഇതിനൊക്കെ ഉണ്ട്. ദിസ് ഈസ് ഓൾഡ് ക്ലോത്ത്സ്. ഓക്കെ, ഇതിൽ ന്യൂ പീസ് മിക്സ് ചെയ്തിട്ടുണ്ട്, ഓൾഡ് പീസ് ഉണ്ട്, ഓൾഡ് വർക്ക് ചെയ്ത ഭാഗങ്ങളുണ്ട്. ഇതെല്ലാം പല ഡ്രസ്സിന്
അതും അതിൻ്റെ കൂടെ കുറച്ച് ന്യൂ പീസസും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് പാച്ച് ചെയ്ത് കൈ കൊണ്ട് തുന്നി എടുത്തിരിക്കുന്നതാണ്. ആൻഡ് ഹൗ മച്ച് വിൽ ദിസ് കോസ്റ്റ്? ഇത് വലിയ വിലയില്ല, 5000 രൂപയുള്ളൂ, 5000 റുപ്പീസേ ഉള്ളൂ. അപ്പോൾ വർക്കിൻ്റെ ഇതുപോലെ ഇരിക്കും. ഇത് കുറേ കൂടുതലും ഓൾഡ് തുണിയുടെ ഭാഗം എടുത്തിട്ട് കുറച്ച് ന്യൂ പീസസും കൂടെ ആഡ് ചെയ്ത് തുന്നി ചേർത്ത് പാച്ച് വർക്ക് ചെയ്തിരിക്കുന്നതാണ്. കണ്ടില്ല, ഇതെല്ലാം എത്ര ചുരിദാറിൻ്റെ നെക്ക് പീസ് ആയിരിക്കും ഇതെല്ലാം, ഈ ടോപ്സിൻ്റെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പക്ഷേ ഇതൊരു നല്ലൊരു ബെഡ് സ്പ്രെഡായി, 5000 രൂപയാണ് ഇതിൻ്റെ വില. പക്ഷേ പുതിയതുകൊണ്ട് പഴയതുകൊണ്ട്. പാകിസ്ഥാൻ ബോർഡറിലെ ആൻറ്റിക് ബാഗ്സ് എല്ലാം കൂടെ കളക്ട് ചെയ്ത് അത് വെച്ചുണ്ടാക്കിയ പാച്ച് വർക്കിലുണ്ടാക്കിയ പാച്ച് ചെയ്തുണ്ടാക്കിയ ഒരു സ്പ്രെഡാണിത്. ആൻഡ് വാട്ട് ഈസ് ദ പ്രൈസ്? 32,000 രൂപയാണ് ഇതിൻ്റെ വില. നല്ല വർക്കല്ലേ, കണ്ടില്ലേ, ബ്യൂട്ടിഫുൾ. 32,000 റുപ്പീസ്. ഇതിൽ ഡൈയിങ്ങും കാര്യങ്ങളൊന്നുമില്ല, ബാഗിൻ്റെ പീസസ് വെച്ചിട്ട് പാച്ച് ചെയ്തിരിക്കുന്നതാണ്. ഈ പാച്ച് വർക്കിൻ്റെ കഥയെല്ലാം കണ്ടിട്ട് എനിക്ക് വലിയ അതിശയം തോന്നും. കാര്യം നമ്മൾ എത്ര ഇങ്ങനെ വർക്ക് ചെയ്ത ഡ്രസ്സസ് നമ്മളുടെ ഉണ്ടാകും, പഴയതാകുമ്പോൾ നമ്മളത് ഡിസ്കാർഡ് ചെയ്യും അല്ലേ. പക്ഷെ അതിന് പകരം അതെടുത്തിട്ട് ആ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് അതുപോലെയുള്ള എല്ലാം കളക്ട് ചെയ്ത് ഇങ്ങനെ തമ്മിൽ തുന്നി ചേർത്താൽ ഒരു നല്ലൊരു വാൾ ഹാങ്ങിങ്ങോ നല്ലൊരു ടേബിൾ ക്ലോത്തോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു കുഷ്യൻ കവറോ ഒക്കെ ആക്കി എടുക്കാൻ പറ്റില്ല. ഇത്രത്തോളം കിട്ടിയില്ലെങ്കിൽ പോലും ചെറിയ പീസസ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും കുഷ്യൻ കവേഴ്സൊക്കെ ആക്കി മാറ്റാൻ സാധിക്കില്ല. അതിനൊരു ഐഡിയ ആണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവരിങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേ ഡ്രസ് മെറ്റീരിയൽസ്, കുറേ ഡ്രസ്സസ് പഴയതും പുതിയതും എല്ലാം കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എല്ലാം അവരിങ്ങനെ കളക്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇതൊക്കെ വേറെ ഏതാണ്ടൊക്കെ ചെയ്യാൻ വെച്ചിരിക്കുന്നതാണ്, ബാഗാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഭയങ്കര കലാകാരന്മാർ തന്നെയാണ്, ഒന്നും കളയുന്നില്ല എന്നുള്ളതാണ്. ഈ രാജസ്ഥാനി പ്രത്യേകിച്ച് പറഞ്ഞാൽ ജോധ്പൂരിൽ ഇത് മേവാറാണ് നമ്മൾ കണ്ടതെല്ലാം. ജയ്പൂരിൻ്റെ ഭാഗത്ത് പോയാലും അല്ലെങ്കിൽ ഉദയ്പൂർ എല്ലാം മേവാറിൻ്റെ ഭാഗമാണ്, രാജസ്ഥാനിലെ മേവാർ. ഇത് മാർവാടി ഗ്രൂപ്പാണ്. ജോധ്പൂർ തൊട്ട് മാർവാടിയാണ്. ജോധ്പൂർ എന്ന് പറഞ്ഞ മാർവാടിൻ്റെ തലസ്ഥാനമാണെന്ന് പറയുന്നത്. അത് മാർവാടികളെ കുറിച്ച് പറയുന്ന ഒരു ഭയങ്കര പിശുക്കനാണ്. ഒത്തിരി സാധനം കളയില്ല. കാര്യം ജോധ്പൂർ ഒരു ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളൊരു സ്റ്റേറ്റാണ്. ഈ ഭാഗത്ത് ഒട്ടും വെള്ളമില്ല. സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ സ്കാസിറ്റി ഓഫ് ഫുഡ് ആൻഡ് വാട്ടർ പണ്ടത്തെ ഒരു രീതി അതാണ്. അപ്പോൾ വെള്ളവും ഭക്ഷണവും വളരെ കുറഞ്ഞ സ്ഥലമാണ്. കാലാവസ്ഥ അവർക്ക് അനുകൂലമല്ല. എങ്കിലും ഡെസേർട്ട്, അതായത് മരുഭൂമിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ജയ്സാൽമേർ, ജോധ്പൂരെല്ലാം. അതുകൊണ്ട് തന്നെ അവർ ജീവിക്കാൻ അങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്. ആ ഉള്ള കാര്യങ്ങൾ വെച്ച് മാക്സിമം ഉപയോഗപ്പെടുത്തും. യൂട്ടിലിറ്റേറിയൻ തിയറിയുടെ ആൾക്കാരാണ്. ഏറ്റവും കുറഞ്ഞ സാധനം കൊണ്ട് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലാണ് അത് ഉപയോഗപ്പെടുത്തുന്നത്. ഒരു ഇച്ചിരി വെള്ളം കിട്ടിയാൽ ആ വെള്ളം കൊണ്ട് എങ്ങനെ നല്ല രീതിയിൽ വിനിയോഗിക്കുക. അപ്പോൾ ഒന്നും വേസ്റ്റ് ചെയ്യുന്നൊരു സ്വഭാവം അവർക്കില്ല. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ മൈസേഴ്സ് അല്ലെങ്കിൽ കൃഷിക്കർ ഈ കൂട്ടരാണെന്നാണ് അവർ തന്നെ അവകാശപ്പെടുന്നത്. നല്ല കച്ചവടക്കാരാണ്. അതാണ് ഈ മാർവാടികളാണ് വലിയ ബിസിനസ്സുകാരായി മാറുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഒരു വേസ്റ്റ് സാധനം പോലും അവർ കളയുന്നില്ല എന്നുള്ളതാണ്. അതിനെയും ഒരു വലിയൊരു ബിസിനസ് ശൃംഖലയാക്കി മാറ്റിയിരിക്കുന്നു. ഇവർ ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് വേണ്ടിയിട്ടും ഡിസൈനർ കാര്യങ്ങൾ, കോട്ട്സ്, ആണുങ്ങളുടെ കോട്ട്സ്, ഫാഷനബിൾ ആയിട്ടുള്ള ഇതെല്ലാം കണ്ടില്ലേ, ഇതൊക്കെ ഇവരുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ബാബ ആർട്ട്. ഹൗ മച്ച് വിൽ ദിസ് കോസ്റ്റ്? 15,000 രൂപയാണ് ഇതിൻ്റെ വില. ഇറ്റ്സ് കാശ്മീരി. 15,000 രൂപ, 15,000. ഇത് ഡിസൈനർ വെയർസ് ആണ്. ഫാഷൻ ഫോർ ഫാഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫാഷൻ മാഗസീനിൻ്റെ ഒരു എഡിഷൻ ഉണ്ടായിരുന്നത്. അതിൽ കണ്ടില്ലേ മോഡൽസ് ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സസ് എല്ലാം തന്നെ ഇവർ ഡിസൈൻ ചെയ്ത ബാബ ആർട്ട് എംപോറിയത്തിൽ നിന്നും പോയതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഒരു ചെറിയ കടയാണ്, അല്ലെങ്കിൽ ഇതെന്താ പഴയ സാധനങ്ങൾ റീസൈക്കിൾ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെയൊന്നും അല്ല. ഇത് ഈ ആർട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞാണ്. ഇവർ ഈ പഴയ കാര്യങ്ങളും റീയൂസ് ചെയ്യാൻ എടുക്കുന്നുണ്ട്, പ്ലസ് ഫ്രഷ് പീസസ് എടുക്കുന്നുണ്ട്. ഇതൊരു ആർട്ട് വർക്കാണ്, ഇതൊരു ഡിസൈനിങ്ങിൻ്റെ ഒരു കല ഇതിൻ്റെ പിന്നിലുണ്ട്. ഇതൊരു ഡിസൈനേഴ്സാണ് ഇവർ. അപ്പോൾ ഇവരുടെ മാസ്റ്റർ ഇത് ഡിസൈൻ ചെയ്ത കാര്യങ്ങൾ ഇവിടുത്തെ ഏറ്റവും വലിയ ഫാഷൻ ഐക്കോൺസ് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ, അല്ലെങ്കിൽ ഫാഷൻ ഷോസിന് ഉപയോഗിക്കുന്നത്, അതുപോലെ ലേറ്റസ്റ്റ് ഡിസൈൻസ് ഒക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് ഭയങ്കര ബ്രാൻഡഡ് കാര്യമായി മാറുന്നു. ഇവിടെയൊക്കെ നമ്മൾ എഴുതിയിരിക്കുന്നത് വിൻറ്റേജ് ഹാൻഡ് വോവൺ കാശ്മീരി ആൻഡ് വൂൾ ജാക്കറ്റ് about $150 from Baba Art. എല്ലാം പൗണ്ട്സ് ആണ്. സിൽക്ക് കാർഡിഗൻ ആൻഡ് കോട്ടൺ ട്രൗസേഴ്സ് 416 പൗണ്ട്സ്. അത് പൗണ്ട്സിൻ്റെ കണക്കാണ് കേട്ടോ, നോട്ട് ഡോളേഴ്സ്. എല്ലാം ബാബ ആർട്ട് എംപോറിയത്തിൻ്റെ ആർട്ട് വർക്കാണിത് കാണുന്നത്. അവരുടെ ബ്രോഷേഴ്സാണിത്. അതല്ലേ വലിയ മോഡൽസൊക്കെ ഇട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവർ വലിയ എക്സ്പോർട്ടേഴ്സാണ്. ഇവർ വലിയ ഫാഷൻ ഡിസൈനേഴ്സിനൊക്കെ അല്ലെങ്കിൽ വലിയ ബ്രാൻഡ്സിന് ഇവർ തയ്യാറാക്കി എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇറ്റ് താങ്ക്സ് ടു ബാബ ആർട്ട് എംപോറിയമാണ് ഇത് കൊടുക്കുന്നത്. ആൻഡ് എവറിബഡി അറ്റ് സർദാർ മാർക്കറ്റ്, ജോധ്പൂർ. ഹൗ ടു സ്പെൻഡ് ഇറ്റ് ടീംസ്
stayed in Jodhpur as guest of the Umeed Bhavan Palace. ഇതിൻ്റെ ആർട്ടിസ്റ്റുകളുടെ പേര്, മോഡൽസിൻ്റെ പേര് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവർ സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ ഇവിടുത്തെ കാര്യങ്ങൾ. ട്രാവൽ എന്ന് പറയുന്ന മാഗസീൻ, ട്രാവൽ എഡിറ്റഡ് ബൈ ജെ എംല്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് റീറ്റെയിൽ തെറാപ്പി. സർ മിക്ക് ജാഗർ ഹോളിവുഡിൽ നിന്ന് വന്നിട്ട് സ്പെൻഡ് 68,000 pounds on textiles in Jodhpur's bustling 19th century Sardar market. Make a beeline for Baba Art Emporium, where the likes of Dolce and Gabbana, Hermes and Lanvin have stocked up on fabrics. Browse the beautiful embroidered shawls, throws and silk cushion covers over a cup of chai tea or head to nearby Envy Spices. അത് ആലോചിച്ച് നോക്കി, ഇവിടെ നിന്നാണ് ഈ വലിയ വലിയ ബ്രാൻഡ് ആൾക്കാർ ഇവർക്ക് ഓർഡർ കൊടുത്തിട്ട് ഇവരെ കൊണ്ട് ഡിസൈൻ ചെയ്തിട്ട് ചെയ്യും. സർദാർ മാർക്കറ്റിലെ ബാബ ആർട്ട് എംപോറിയം. അപ്പം 68,000 pounds ഇവിടെ ചിലവാക്കിയിട്ട് പോയത് സർ മിക്ക് ജാഗർ ജോധ്പൂരിൽ വന്നിട്ട്. ഇപ്പോൾ മനസ്സിലായല്ലോ ഈ കടയുടെ ഒരു വാല്യൂ. നമ്മൾ ചെറുതായി കാണണ്ട, നമ്മുടെ ഒരു ഭാഗ്യമാണ് ഇവിടെ വന്നത്. ഒത്തിരി കാര്യങ്ങൾ. ന്യൂയോർക്ക് ടൈംസിൽ വന്ന ആർട്ടിക്കിൾ ഇവരെക്കുറിച്ച്, എക്സോട്ടിക് ഡിസ്ട്രാക്ടർ ഓൺ ദ വേ ടു ആൻ ഇന്ത്യൻ ടെൻഡിസ്റ്റ്. ഇതിങ്ങനെ സംഭവം, അതായത് ഇവരിങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കും. ഇവർ പിന്നെ ലെഫ്റ്റ് ബൈയിങ് സാരീസ്, അതായത് പഴയ സാരീസ്, നല്ല വർക്ക് ചെയ്ത സാരീസ് ഇവിടെ വാങ്ങാൻ കിട്ടും. വലിയ ഡിസൈനേഴ്സൊക്കെ വന്ന് ഇവിടെ നിന്ന് വാങ്ങിയിട്ട് പോയി അവരത് കൊണ്ടുപോയി റീസൈക്കിൾ ചെയ്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യും. അല്ലെങ്കിൽ ഡിസൈൻ ഇവർക്ക് കൊടുക്കും, ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ ഇവരുടെ ഡിസൈൻ വെച്ച് ചെയ്യും. അങ്ങനെ ഭയങ്കര പരിപാടിയാണ് ഇവിടെ. കോട്ട്സ്, പിന്നെ ഇതുപോലെയുള്ള ബെഡ് സ്പ്രെഡ്സ്, ഷർട്ട്സ്, പിന്നെ കുഷൻ കവേഴ്സ് ഒക്കെ ചെയ്യും. ഓൾഡ് സിൽക്ക് സാരീസ്, ഓക്കെ, ഇതുപോലെയുള്ള ഓൾഡ് സിൽക്ക് സാരീസൊക്കെ ഇവരിവിടെ വാങ്ങി കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വെച്ചിട്ടാണ് പിന്നെ ഡിസൈൻ ചെയ്യുന്നത്. കണ്ടില്ലേ, ഇത് വില കുറഞ്ഞ രീതി. ആൻഡ് യു സെൽ ഓൾസോ ലൈക്ക് ദിസ്. ആൻഡ് ഹൗ മച്ച് യു ചാർജ് ഫോർ 6,000. നമുക്ക് 6,000 രൂപയ്ക്കൊക്കെ ഒരു വിൽക്കുന്നു. അപ്പോൾ ഇത് വലിയ ഡിസൈനേഴ്സൊക്കെ വന്നിട്ട് ഇതിന് വേണ്ടിയിട്ട് പോയിട്ട് ഇതുകൊണ്ട് ബെഡ് സ്പ്രെഡ്സ് ഉണ്ടാക്കും, കോട്ട്സ് ഉണ്ടാക്കും, പലതരം ഷോൾസ് ഉണ്ടാക്കും. അപ്പോൾ നമ്മുടെ എത്ര പട്ട് സാരിയെല്ലാം വെറുതെ ഇരിക്കുന്നു. ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്തെല്ലാം ചെയ്യാം, സാരിയായിട്ട് ഉപയോഗിക്കാണ്ട് വേറെ ഏതെല്ലാം രീതിയിൽ യൂസ് ചെയ്യാം, റീയൂസ് ചെയ്യാം എന്നുള്ളത്. അതിലൊക്കെ ഹെവിലി എംബ്രോയിഡർ അല്ല ഒരുപാട് ജെറിയുള്ളതൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. നോക്കിപ്പോൾ അതുപോലത്തെ സാരി കൊണ്ട് അവർ ചെയ്തിരിക്കുന്നതാണ്. ഒരു കോട്ടാണിത്, ഡിസൈനായിട്ട് ഇങ്ങനൊരു സിൽക്ക് സാരി ചെയ്താണ്, ബ്രൊക്കേഡ് സാരി. അതിന് കട്ട് ചെയ്തിട്ട് ആൻഡ് വാട്ട് ഡു യു ചാർജ്? 9,000 രൂപയ്ക്ക് ആണ് ഇത് വിൽക്കുന്നത്. കണ്ടല്ലോ, നമ്മളുടെ ഇതുപോലത്തെ സാരി ഉണ്ടാവില്ലേ, ഇതുപോലെ നല്ല ഒരു കോട്ട് ഉണ്ടാക്കാൻ എന്താ പാട്. പക്ഷേ ഇത് നന്നായിട്ട് ഡിസൈൻ ചെയ്യണം, നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യണം, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഡിസൈനേഴ്സിൻ്റെ വാല്യൂ വരുന്നത് അവിടെയാണ്. ഇപ്പോൾ നൈസ് പീസ്. അപ്പോൾ എന്തെല്ലാം ചെയ്യാം. ഇപ്പോൾ സാരിയുടെ മെറ്റീരിയൽ സാരിക്ക് വേണ്ടി മാത്രമല്ല ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ബെഡ് സ്പ്രെഡ്, ഷോൾസ്, ഇപ്പോൾ കശ്മീരി ഉണ്ട്, ഇവിടെ കാശ്മീരി മെറ്റീരിയൽസ് ഉണ്ട്, കട്ട് വർക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാ സ്ഥലത്തു നിന്നും അവർ കളക്ട് ചെയ്യുന്നുണ്ട്. പ്ലസ് അവരുടേതായ വർക്ക് അവർ ചെയ്യുന്നുണ്ട്, ഡിസൈൻ ചെയ്യുന്നു. വെരി നൈസ്. അപ്പോൾ ഇത് ഹോളിവുഡ് ആക്ടേഴ്സിൻ്റെയും സിംഗേഴ്സിൻ്റെയും ഒക്കെ ഡെസ്റ്റിനേഷൻ പോയിൻ്റാണ്. വലിയ ഡിസൈനർ ഹൗസസിൻ്റെ ഡെസ്റ്റിനേഷൻ പോയിൻ്റാണ്. അതുപോലെ ഭയങ്കര വലിയ കമ്പനീസ്, അർമാനി പോലെയുള്ള കമ്പനീസ് ഇവർക്ക് ഓർഡർ കൊടുത്ത് അവർക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയെല്ലാം ഉള്ള വിശേഷങ്ങളാണ്. സർദാർ മാർക്കറ്റിലെ ബാബ ആർട്ട് എംപോറിയം. ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഗുജറാത്തീസും രാജസ്ഥാനീസും ഒക്കെ. ഒരു വൈബ്രൻറ്റ് കളേഴ്സ് ഉപയോഗിക്കുന്നു. പിന്നെ അവർക്ക് കൈ കൊണ്ട് ഇഷ്ടംപോലെ എംബ്രോയിഡറി വർക്ക്, മിറർ വർക്ക് ഒക്കെ ചെയ്യാൻ കഴിയും. പലതരം ഡൈസ്, കളേഴ്സ്, ഇതെല്ലാം ഈ രീതിയിലേക്കുള്ള ആർട്ട് ഫോമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എനിക്ക് കുറേ ഐഡിയ കിട്ടി, കുറേ ഇൻസ്പിറേഷൻ കിട്ടി. നമ്മളൊക്കെ എൻ്റെ കയ്യിലിരിക്കുന്ന കുറേ യൂസ് ചെയ്യാത്ത കുറേ സാരീസ്, എംബ്രോയിഡറി ചെയ്ത ഡ്രസ്സ് മെറ്റീരിയൽസ്, അല്ലെങ്കിൽ ഡ്രസ്സുകൾ, അതൊക്കെ എടുത്ത് എങ്ങനെ കട്ട് ചെയ്ത് എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച്. നല്ല കർട്ടൻസ് ആക്കാം, പിന്നെന്താ നല്ല ബെഡ് സ്പ്രെഡ്സ് ആക്കാം, വാൾ ഹാങ്ങിങ്സ് ആക്കാം, കുഷൻ കവർ ആക്കാം, ഈവൻ ഷർട്ട്സ്, കോട്ട്സ് ഒക്കെ. അപ്പോൾ നമ്മൾ ഈ ഡിസൈനിങ് ഫീൽഡിലേക്ക് ഇറങ്ങാൻ പറ്റുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഇതൊരു നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ നമ്മൾ മലയാളികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒന്നും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. വേസ്റ്റ് ചെയ്യാതെ എങ്ങനെയാണ് സാധനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ഡിസൈനർ പീസസായി മാറുകയാണ്. ഇത് ഭയങ്കര വലിയൊരു സംഭവമാണ് ഈ ബാബ.
പച്ചക്കറികൾ, ചെറിയ ചെറിയ ക്യാബേജസ്, നല്ല ഫ്രഷ് വെജിറ്റബിൾസ് കിട്ടുന്ന മാർക്കറ്റാണിത്. കുഴപ്പമില്ല. വലിയ മുളക്, നല്ല ഫ്രഷ് വെജിറ്റബിൾസ് കിട്ടുന്നതുകൊണ്ടായിരിക്കും ഇവിടെ നല്ല തിരക്കുണ്ട്. ആ ടി വി ഇവിടെ എല്ലാം പലതരം പച്ചമുളക്, പലതരം വെജിറ്റബിൾസ്. ഇത് നമ്മളുടെ അവിടെ അധികം ഉപയോഗിക്കാത്ത സാധനമാണ്. ഈ വെജിറ്റബിളിന് ഇവിടെ നല്ല ഡിമാൻഡാണ്. പീച്ചങ്ങ എന്ന് പറയില്ല നമ്മൾ, അതുപോലത്തെ ആ സാധനം. അതിൻ്റെ ചെറുത് പീച്ചങ്ങ. ചെറിയ സൈസ് കത്തിരിക്ക, നല്ല സൈസ് കത്തിരിക്ക ഉണ്ട് ഇവിടെ. നമ്മളുടെ അവിടെ അത്ര നല്ല കറക്റ്റ് സൈസിന് കിട്ടില്ല. പലതും ഇത് കണ്ടോ, ഇവിടെ ഈ കത്തിരിക്ക കൊണ്ട് ഒരുപാട് ഡിഷസൊക്കെ അവർക്ക് ഉണ്ടാക്കാറില്ല. അതുകൊണ്ട് ചെറിയ ഒരേപോലത്തെ സൈസിലുള്ള കത്തിരിക്ക. വഴുതനങ്ങയാണെങ്കിൽ ഒരേ ടൈപ്പ് ഒരേ സൈസിൽ കിട്ടും. പിന്നെ ഇവരെല്ലാം ഇവിടെ വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ നല്ല ചൂടുള്ള സമയമാണ്. കൂടുതലായിട്ട് സമ്മറാണ് ഇവർക്ക് കൂടുതലായിട്ടുള്ളത്. ഇവിടെ പീക്ക് സമ്മറിൽ 52 ഡിഗ്രി വരെയൊക്കെ പോകുന്ന പറയുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ വെജിറ്റബിൾസ് സീസണിൽ കിട്ടുമ്പോൾ അവർ ഉണക്കി വെക്കും. ഉണക്കി വെച്ചിട്ട് പിന്നെ ആവശ്യാനുസരണം പിന്നെ തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആവശ്യമുള്ള സമയത്ത്, ആ സീസൺ കഴിഞ്ഞാൽ. ഈ പച്ചക്കറി മാർക്കറ്റിനോടൊപ്പം തന്നെ സ്പൈസസ് മാർക്കറ്റ് ഉണ്ട്. പിന്നെ ഇങ്ങനെ കുറേ സാധനങ്ങൾ. ഇത് മൂങ്കാൽ, അതായത് ചെറുപരിപ്പ് കൊണ്ടുണ്ടാക്കുന്ന ഈ കൊണ്ടാട്ടം പോലെയുള്ള സാധനമാണ്. ഇത് വേവിച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ്, കറീസിലൊക്കെ ഇടാനായിട്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ. റെഡ് കളർ കിട്ടാനായിട്ട് മൂങ്കാൽ, അതായത് ചെറുപരിപ്പിൻ്റെ പേസ്റ്റിൽ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഇതെല്ലാം ചെറിയ കൊണ്ടാട്ടം പോലെ ഉണക്കി വെച്ചിരിക്കും. ഇതെല്ലാം കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് വേവിക്കും. അങ്ങനെ പിന്നെ ധാരാളമായിട്ട് ഇവിടെ സവാള, ഉരുളക്കിഴങ്ങുണ്ട്, ബേബി പൊട്ടറ്റോസ് ഇഷ്ടം പോലെ, വെളുത്തുള്ളി, സവാള, ഇലവർഗ്ഗങ്ങൾ എല്ലാ കാര്യമുണ്ട്. പിന്നെ മസാല പൊടികളാണെങ്കിൽ ഇങ്ങനെ പൊടിയായിട്ട് തന്നെ ഇങ്ങനെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. സ്പൈസസ് കട. പപ്പടം മാതിരി റിബൺ പപ്പട്സ് പോലെയുണ്ട്. പിന്നെ നമ്മളുടെ മാക്കറോണീസ്, എല്ലാത്തരം ലെൻറ്റിൽസ്, അതായത് പയറുവർഗ്ഗങ്ങൾ, പലതരം അരി, കൊപ്ര, ഉണക്കത്തേങ്ങ, പിന്നെ പൊടി ഐറ്റംസ്, മല്ലിപ്പൊടി, മുളക് പൊടി, കടലമാവ്, മഞ്ഞൾപ്പൊടി, അരി വെറൈറ്റീസ്, ഇത് നുറുക്ക് ഗോതമ്പിൻ്റെ പലതരം, കപ്പലണ്ടി, കടല ഐറ്റംസ്, ശർക്കര, എന്താ ഇല്ലയെന്ന് ചോദിച്ചു. പ്രൊവിഷൻ ഐറ്റംസും പൊടി ഐറ്റംസും ഒക്കെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതൊരു കടയല്ല, ഈ ലൈനിൽ മുഴുവൻ സ്പൈസസ് ഷോപ്സ് എല്ലാം ഇങ്ങനെയാണ്. അതുപോലെ പച്ചക്കറി കടകളെല്ലാം ഇങ്ങനെയാണ്. ഇതെല്ലാം ഓപ്പൺ മാർക്കറ്റിൽ നല്ല വിലയ്ക്ക് നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാൻ പറ്റുന്ന സ്ഥലം. ഫ്രഷ് സാധനങ്ങൾ. ഇതാ ക്ലോക്ക് ടവറിൻ്റെ ബാക്കിലായിട്ട് തന്നെ വരും. സർദാർ മാർക്കറ്റിൻ്റെ ഭാഗമാണ്. ഇവിടുത്തെ ഇഞ്ചിയുടെ ഒരു ഫ്രഷ്നെസ് ഉണ്ട്. എനിക്കിതാണ് ഏറ്റവും ഇഷ്ടമായത്. നല്ല ക്ലീൻ, നല്ല വൈറ്റ് കളറിലെ ഇഞ്ചി. ഇതെങ്ങനെ തൊലി കളഞ്ഞ് വെച്ച മാതിരിയുണ്ട്. നല്ല മണമുണ്ട്. നല്ല ഇഞ്ചിയാണ്. കണ്ടില്ല, അതിൻ്റെ തൊലിയെല്ലാം ചുരണ്ടി കളഞ്ഞ് ഒരുവിധം വൃത്തിയാക്കി വെച്ചിരിക്കുവാണ്. കിലോ കിട്ടുന്ന 80 രൂപ 1 കിലോ ഇഞ്ചിക്ക്. നമ്മുടെ നാട്ടിലെ വില ഇപ്പം എനിക്കറിയില്ല. ഇവിടെ 80 രൂപയാണ് കിലോ. ഇത് നല്ല ഇഞ്ചി, വേസ്റ്റ് ഇല്ല.